ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ തസ്തികയാണ്. ഇതിലേക്ക് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ തസ്തിക ടാക്സ് അസിസ്റ്റൻ്റ് തസ്തികയാണ്. അതിലേക്ക് 4 ഒഴിവുകൾ വന്നിട്ടുണ്ട്. മൂന്നാമത്തത് സ്റ്റെനോഗ്രാഫർ തസ്തികയാണ്. ഇതിലേക്ക് 3 ഒഴിവുകൾ വന്നിട്ടുണ്ട്. 4 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയാണ്. ഇതിലേക്ക് 6 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഈ 4 തസ്തികയുടെ ചേർത്ത് ടോട്ടലായിട്ട് 14 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് സ്പോർട്സ് കോട്ട തസ്തിക വേക്കൻസിയാണ്. അതായത് ഈ ജോലിക്ക് കായിക അഭ്യാസ ഇതിൽ ഏതെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുള്ളവർക്കുള്ള അപേക്ഷിക്കാനുള്ള പ്രത്യേക വേക്കൻസിയാണ്. കായിക അഭ്യാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നാഷണലായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഗെയിംസിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയവരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലമായിട്ട് ഏതെങ്കിലും കായിക അഭ്യാസത്തിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്കോ സ്റ്റേറ്റ് ലെവലിൽ ഏതെങ്കിലും ഗെയിംസിലോ സ്പോർട്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ളവർക്കും അതിലൊക്കെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസിൽ ഫെഡറേഷനിലൊക്കെ ഏതെങ്കിലും ഇനത്തിൽ നിങ്ങൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ളവർക്ക്, ഇങ്ങനെയുള്ള ഏതെങ്കിലും കായിക അഭ്യാസ രംഗത്ത് ഗെയിംസിലോ സ്പോർട്സിലൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ ലഭിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കായിക അഭ്യാസത്തിലൊക്കെ സ്പോർട്സിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ച് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് അത്ലറ്റിക്കാണ്. അതിൽ 100 മീറ്റർ റണ്ണുണ്ട്. പിന്നെ 800 മീറ്റർ തൊട്ട് 1500 മീറ്റർ വരെ ഓട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇനം മതി. 800 മീറ്റർ ആയാലും 1000 മീറ്റർ ആയാലും 1500 മീറ്റർ ആയാലും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇനത്തിലൊക്കെ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളവരായിരിക്കണം. പിന്നെ ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്. പിന്നെ രണ്ടാമത്തത് കബഡിയാണ്. കബഡി. പിന്നെ 3 ഫുട്ബോൾ, 4 ഹോക്കി, 5 ഗോൾഫ്, 6 ബോഡി ബിൽഡർ, 7 ക്രിക്കറ്റ്. ഈ പറഞ്ഞ ഇനത്തിൽ ഈ പറഞ്ഞ ഐറ്റംസിലൊക്കെ ഏതെങ്കിലും ഒരു ഇനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 9300 രൂപ മുതൽ 34,800 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ തസ്തികകൾക്കും ശമ്പള സ്കെയിലിന് വ്യത്യാസമുണ്ട്. എങ്കിലും നല്ല കുഴപ്പമില്ലാത്ത നല്ല ശമ്പളം മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡീഷണൽ പേയ്മെൻറ്റ്, എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ ശമ്പളത്തിനോടൊപ്പം തന്നെ ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം കേന്ദ്രത്തിൻ്റെ നിരവധി ആനുകൂല്യങ്ങളും ശമ്പളത്തിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ തസ്തിക, ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം ഡിഗ്രിയാണ്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. അത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ തസ്തികയായ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തിക ടാക്സ് അസിസ്റ്റൻ്റ് തസ്തികയാണ്. ഇതിന് പറഞ്ഞിരിക്കുന്ന യോഗ്യത മിനിമം ഡിഗ്രിയാണ്. ഡിഗ്രി പാസ്സായിരിക്കണം. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, അത് ഇന്ന സബ്ജക്റ്റ് ആണെന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല, ഏത് സബ്ജക്റ്റും കോഴ്സും പഠിച്ച് നിങ്ങൾ പാസ്സായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡാറ്റ എൻട്രി ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ കീബോർഡിലൊക്കെ സ്പീഡിൽ ടൈപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. മിനിറ്റിൽ ഏകദേശം 30 വേർഡ്സ് എങ്കിലും ചെയ്യണം. മണിക്കൂറിൽ 8000 കീസ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം ഒരു മണിക്കൂറിൽ. അപ്പോൾ അതായത് ഡാറ്റ എൻട്രി ടൈപ്പിംഗ് നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ മിനിമം ഡിഗ്രി യോഗ്യതയും ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് രണ്ടാമത്തെ തസ്തികയായ ടാക്സ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് മൂന്നാമത്തെ തസ്തികയാണ്. മൂന്നാമത്തെ തസ്തിക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയാണ്. ഇതിന് പറഞ്ഞിരിക്കുന്ന യോഗ്യത മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല, 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 10 മിനിറ്റ് കൊണ്ട് 80 വേർഡ്സ് പെർ മിനിറ്റിൽ ഡിറ്റക്ഷൻ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. 50 വേർഡ്സ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. 65 വേർഡ്സ് പെർ മിനിറ്റിൽ ഹിന്ദിയും
ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അത് കമ്പ്യൂട്ടറിലായിരിക്കണം ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവ്, പ്രാവീണ്യത നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അപ്പോൾ ഈ യോഗ്യത ഉണ്ടെങ്കിൽ 12ാം ക്ലാസ് യോഗ്യതയും ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ മൂന്നാമത്തെ തസ്തികയായ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ തസ്തിക മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയാണ്. ഇതിന് പറഞ്ഞിരിക്കുന്ന യോഗ്യത മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മാത്രം മതി. മറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നാലാമത്തെ തസ്തികയായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബാക്കിയുള്ള 3 തസ്തികകൾ, അതായത് ടാക്സ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഈ 3 തസ്തികകൾക്കും പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST വിഭാഗക്കാർക്കാണെങ്കിൽ അവർക്ക് 10 വർഷത്തെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് ആദ്യത്തെ തസ്തികയ്ക്ക് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ തസ്തികയാണെങ്കിൽ 37 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് SC ST വിഭാഗക്കാർക്ക്. OBC കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ പ്രായ ഇളവ് ലഭിക്കുന്നതായിരിക്കും. 5 വർഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ തസ്തികയ്ക്ക് 35 വയസ്സിൽ താഴെയുള്ളവർക്കും രണ്ടാമത്തെ തസ്തികയ്ക്ക് 32 വയസ്സിൽ താഴെയുള്ളവർക്ക് OBC കാറ്റഗറിയിലും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് യാതൊരു ഫീസും ഇല്ല. 1 രൂപ പോലും നിങ്ങൾ ഫീസായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മാത്രം മതി. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് പോസ്റ്റിൻ്റെ കവറിൻ്റെ അകത്ത് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഇത് 2 പേജുണ്ട് ഈ ഫോം. ഈ ഫോമിനകത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, മെയിൽ ID, ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇന്നത്തെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒട്ടിക്കുക. പാസ്പോർട്ട് സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു 6 മാസത്തിൻ്റെ അകത്ത് എടുത്ത ഫോട്ടോ ആയിരിക്കണം. പഴയ ഫോട്ടോ ഒന്നും ഒട്ടിച്ച് കളയരുത്. നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് എഴുതുക, ബ്ലൂ ഇങ്ക് പേന കൊണ്ട് എഴുതരുത്. ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് ക്യാപിറ്റൽ അക്ഷരത്തിൽ വേണം ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഈ ഫോം ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒന്ന് നിങ്ങളുടെ 10ാം ക്ലാസ് യോഗ്യതയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, നിങ്ങളുടെ SLC യോഗ്യത കോപ്പി വെക്കുക. പിന്നെ നിങ്ങളുടെ ഏജ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന അതിൻ്റെ ഒരു കോപ്പി വെക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, 10ാം ക്ലാസ് ആണോ, 12ാം ക്ലാസ് ആണോ, ഡിഗ്രി ഉണ്ടോ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ കോപ്പി വെക്കുക. സ്പോർട്സ് ഐറ്റത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും ഐറ്റത്തിൻ്റെ, ഗെയിംസ് ആയിട്ടോ സ്പോർട്സ് ആയിട്ടോ ഏതെങ്കിലും ഐറ്റത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കുക. നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ഇനത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വെക്കുക. പിന്നെ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി, പിന്നെ SC കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, SC വിഭാഗക്കാരാണോ, ST ആണോ, OBC ആണോ, ഏത് കാസ്റ്റിൽ പെടുന്നവരാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള അഡ്രസ്സ് പറയാം. ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ഹെഡ്ക്വാർട്ടേഴ്സ് പേഴ്സണൽ, റൂം നമ്പർ 37-8A, CR ബിൽഡിംഗ്, IP എസ്റ്റേറ്റ്, ന്യൂഡൽഹി. പിൻകോഡ് പറയാം 110002 എന്ന അഡ്രസ്സിലായിരിക്കണം രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അഡ്രസ്സ് എഴുതിയതിന് ശേഷം താഴെ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കുന്നത് അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ടാണോ, സ്റ്റെനോഗ്രാഫർ ആയിട്ടാണോ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിട്ടാണോ, അപ്പോൾ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കുന്നതിന് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അതിൻ്റെ താഴെ ഏത് സ്പോർട്സ് ഐറ്റത്തിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അത്ലറ്റിക് ആണെങ്കിൽ അതിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഏതിലാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് അതും ഈ 2 കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. ഒരു കാര്യം കൂടെ വീണ്ടും എടുത്തു പറയുകയാണ്, ഇത് സ്പോർട്സ് കോട്ട വേക്കൻസിയാണ്. കായിക അഭ്യാസ രംഗത്ത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഇനത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കായിക അഭ്യാസ രംഗത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കൊന്നും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തില്ല. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് ഇത്. പ്രത്യേക സ്പോർട്സ് കോട്ട കാറ്റഗറിയിൽ യോഗ്യരായിട്ടുള്ളവർക്കുള്ള പ്രത്യേക റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് അല്ലാത്തവർക്കൊന്നും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തില്ല. സ്പോർട്സ് രംഗത്ത് യോഗ്യരായിട്ടുള്ള യുവാക്കൾക്ക് ഈ പറഞ്ഞ തസ്തികയിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസം 15-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഏപ്രിൽ മാസം 15-ാം തീയതിക്ക് മുമ്പ് തന്നെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക.
ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. ജോലി ലഭിക്കുന്ന സ്ഥലം ഡൽഹിയിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ഡൽഹിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ചിലപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ തമിഴ്നാടൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലായതുകൊണ്ട് കേരളത്തിലുള്ള യുവതി യുവാക്കൾക്കൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് കേരളത്തിലുള്ളവർക്കൊക്കെ യോഗ്യരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതായിരിക്കും. വെബ്സൈറ്റ് പറയാം, www.incometaxdelhi.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.